കോൺഗ്രസ് നേതാവും KPCC മുൻ അധ്യക്ഷനുമായ തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു. 94 വയസ്സായിരുന്നു. 2 തവണ അടൂരിൽ നിന്നുള്ള MLA ആയിരുന്നു അദ്ദേഹം. 3 തവണ രാജ്യസഭാംഗമായിരുന്നു. ആർ കിരൺ ബാബുവും ഡാൻ കുര്യനും ചേരുന്നു നമുക്കൊപ്പം. കിരൺ, എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? അദ്ദേഹം അസുഖബാധിതനായി കിടപ്പിലായിരുന്നു. എപ്പോഴാണ് അന്ത്യമുണ്ടായത്? അപർണ, അല്പസമയം മുമ്പാണ് കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളായ മുൻ KPCC അധ്യക്ഷനും മുൻ MPയും മുൻ MLAയും ഒക്കെ തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചത്. 94 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളാൽ അദ്ദേഹം കുറച്ചു കാലമായി തന്നെ പൂർണ്ണമായും വിശ്രമത്തിലായിരുന്നു. എല്ലാ പൊതുപരിപാടികളും എല്ലാം ഒഴിവാക്കി വീട്ടിൽ തന്നെയായിരുന്നു. ഏറ്റവും അവസാന കാലത്ത് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലും ഒക്കെയായിരുന്നു. ആരോഗ്യപരമായി തന്നെ കഴിഞ്ഞ കുറച്ചു കാലമായി ഏറെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയിരുന്നു. അങ്ങനെ പ്രായാധിക്യത്തിന്റെ പ്രശ്നങ്ങളെല്ലാം കൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും തെന്നല ബാലകൃഷ്ണപിള്ളയുടെ മരണത്തോടുകൂടി അത്യസാധാരണമായ ഒരു രാഷ്ട്രീയ ജീവിതവും അല്ലെങ്കിൽ വ്യക്തി ജീവിതവും ഒക്കെ വഹിച്ച ഒരു തലമുറയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ഇവിടെ വാങ്ങിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഒരിക്കൽ പോലും തനിക്ക് ഏറ്റവും കൈപ്പേറിയ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ തന്നെ മുന്നിൽ നിൽക്കുമ്പോഴും ഒരു ഇലയനങ്ങുന്ന ശബ്ദം പോലും ഇല്ലാതെ അതെല്ലാം പാർട്ടിക്ക് വേണ്ടി അനുസരിച്ച അല്ലെങ്കിൽ പാർട്ടി ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ വരുമ്പോൾ അത് അങ്ങനെ തന്നെ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്ത ഒരു നേതാവ് കൂടിയായിരുന്നു. പലപ്പോഴും അദ്ദേഹത്തിന് പല പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനം ആദ്യം നിഷേധിക്കപ്പെട്ടതും അന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ അവസരം നിഷേധിക്കപ്പെട്ട അവസ്ഥ പിന്നീട് KPCC വലിയ വിജയത്തിന് ശേഷം 2001 വലിയ വിജയത്തിന് ശേഷം അന്നത്തെ KPCC അധ്യക്ഷൻ സ്ഥാനത്ത് നിന്ന് പൊടുന്നനെ ഒരു ദിവസം ഇറങ്ങിപ്പോകേണ്ടി വരുന്ന അവസ്ഥ. അങ്ങനെ പലപ്പോഴും തെന്നല ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന നേതാവിന് പാർട്ടിയിൽ നിന്ന് കടുത്ത തീരുമാനങ്ങളൊക്കെ പലപ്പോഴും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും എവിടെയെങ്കിലും ഒരു ചെറിയ ശബ്ദം കൊണ്ട് പോലും അല്ലെങ്കിൽ മുഖഭാവം കൊണ്ട് പോലും അദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിൽ പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ ഒന്നും തയ്യാറാവാത്ത ഒരു നേതാവായിരുന്നു. അതോടൊപ്പം തന്നെ സുപ്രധാനമായ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം പ്രധാന ചുമതലകൾ ഏറ്റെടുക്കാനും തയ്യാറായി എന്നാണ് KPCC സ്ഥാനത്ത് നിന്ന് പിന്നീട് മുരളീധരൻ മന്ത്രിയായി മാറുമ്പോഴും ഒക്കെ അദ്ദേഹം അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്തു. പിന്നീടും രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി പൂർണ്ണമായി രമേശ് ചെന്നിത്തല KPCC അധ്യക്ഷസ്ഥാനത്തേക്ക് എത്തുന്നതുവരെ അദ്ദേഹം വീണ്ടും KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരുകയും ഒക്കെ ചെയ്ത ഒരു നേതാവാണ്. കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിലെ ശൂരനാടാണ് അദ്ദേഹത്തിന്റെ ജന്മം. നന്നേ ചെറുപ്പത്തിൽ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയ മുതൽ തന്നെ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചതാണ്. സഹകരണ സംഘ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ദീർഘകാലം ഒരു സഹകാരി എന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കൊല്ലം DCCയുടെ അധ്യക്ഷനായി ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1981 മുതൽ 92 വരെ KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. 91, 92 ഘട്ടത്തിലും 92 മുതൽ 98 വരെയും ആദ്യത്തത് അവസാന ഘട്ടത്തിലെ പൂർണ്ണ ടേം ഉണ്ടായിരുന്ന ഒരു രാജ്യസഭാംഗം ആയിരുന്നില്ല. ആദ്യം അവസാനം ഒഴിവന്ന ഒരു രാജ്യസഭാംഗത്തിലേക്കാണ് അദ്ദേഹം പരിഗണിച്ചത്. പിന്നീട് വീണ്ടും അദ്ദേഹത്തെ രാജ്യസഭാംഗം 2003 മുതൽ 2009 വരെയും അദ്ദേഹം രാജ്യസഭാംഗം ആയിട്ടുണ്ട്. അടൂരിൽ നിന്നാണ് 2 തവണ അദ്ദേഹം മത്സരിച്ച് വിജയിച്ചത്. അടൂരിൽ 5 തവണയാണ് അദ്ദേഹം മത്സരിച്ചത്. 3 തവണ അദ്ദേഹം പരാജയപ്പെട്ടു. 2 തവണ അദ്ദേഹം വിജയിച്ചു. പക്ഷേ 2 തവണ വിജയിച്ച ഒരിക്കൽ മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് കിട്ടുന്നതൊക്കെയുള്ള ഒരു ഏകദേശം ഉറപ്പായ ഒരു ഘട്ടത്തിലാണ് അന്ന് മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് നഷ്ടമാവുന്ന ഒരവസ്ഥ കൂടി. അന്ന് ചെറുപ്പക്കാരെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തണം എന്നതിന്റെയൊക്കെ ഒരു പാർട്ടിയുടെ പൊതുവികാരവും ഹൈക്കമാൻഡ് പൊതുവികാരവും ഒക്കെ മാനിച്ചെന്ന് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. പിന്നീടാണ് ഏറ്റവും പ്രധാനപ്പെട്ട 2001 UDFിന്റെ വിജയം. കഴിഞ്ഞ ഒരു 10-25 വർഷത്തിനിടെ UDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയമാണത്. വമ്പിച്ച ഒരു ഭൂരിപക്ഷത്തോടുകൂടി UDF അധികാരത്തിൽ വരുന്നു. അങ്ങനെ ഒരു അധികാരത്തിൽ വരുമ്പോൾ KPCCയെ നയിച്ച പ്രസിഡന്റ് തെന്നലയ്ക്ക് അധികാരത്തിൽ AK ആന്റണി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ K കരുണാകരനും AK ആന്റണിയും തമ്മിലുള്ള വ്യവസ്ഥ, AI ഗ്രൂപ്പുകൾ തമ്മിലുള്ള വ്യവസ്ഥ അനുസരിച്ച് KPCC അധ്യക്ഷ സ്ഥാനം അത് I ഗ്രൂപ്പിന് കൊടുക്കുകയാണ്. അങ്ങനെയാണ് മുരളീധരൻ KPCCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത്. ആ ഘട്ടത്തിലും ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു പ്രതിഷേധം പോലും ഉയർത്താതെയാണ് അദ്ദേഹം ഈ സ്ഥാനത്ത് നിന്ന് പിൻവാങ്ങിയത്. പിന്നീടാണ് വീണ്ടും സമാനമായ പ്രതിസന്ധി KPCC ഉണ്ടാകുമ്പോൾ KPCCയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാവുന്നത്. പലപ്പോഴും AI ഗ്രൂപ്പുകൾ തമ്മിൽ വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായി. കോൺഗ്രസിന്റെ ആഭ്യന്തര തർക്കം പൊട്ടിത്തെറിയിലേക്കും ഒക്കെ എത്തുന്ന ഒരു ഘട്ടത്തിൽ AK ആന്റണിയും മറുഭാഗത്ത് K കരുണാകരനുമായിട്ടുള്ള തർക്കത്തിലൊക്കെ പലപ്പോഴും സമവായത്തിന്റെ ഒരു റോൾ എടുത്തിരുന്ന, അല്ലെങ്കിൽ ഈ 2 നേതാക്കളോടും ആ തരത്തിലേക്ക് സംസാരിക്കാൻ ഒക്കെ കഴിഞ്ഞിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ താല്പര്യത്തിന് വേണ്ടിയല്ല സംസാരിക്കുന്നത് എന്ന് ഇരുഭാഗത്ത് നേതാക്കൾക്കും ഒരുപോലെ ഉറപ്പുണ്ട്. അല്ലെങ്കിൽ വ്യക്തിപരമായ ഏതെങ്കിലും താല്പര്യത്തിന് വേണ്ടിയല്ല സംസാരിക്കുന്നതെന്ന് ഇരുഭാഗത്തിനും
ഒരുപോലെ ഉറപ്പുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. ഈ പഴയ തലമുറയിലേതായാലും ഈ തലമുറയിലായാലും പ്രധാനപ്പെട്ട നേതാക്കൾ എടുക്കുമ്പോൾ ആ നേതാക്കളിൽ നിന്നെല്ലാം കെ ആന്റണിയായാലും കെ കരുണാകരനായാലും ആ തലമുറയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളിൽ നിന്നും തികച്ചും ഞാൻ തിരികെ എത്താം. കിരൺ, ഇപ്പോൾ കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എത്രയോ കാലമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം കൂടിയായിരിക്കും താങ്കളും തെന്നലയുമായിട്ട്. എങ്ങനെ ആയിരിക്കും അദ്ദേഹം ഓർമ്മിക്കപ്പെടുക? എങ്ങനെ ആ വ്യക്തിബന്ധം എങ്ങനെയാണ് ഈ സമയത്ത് താങ്കൾ പങ്കുവെക്കുക? വളരെ ദീർഘകാലമായി തെന്നല ബാലകൃഷ്ണപിള്ള സാറുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുള്ളതാണ്. അദ്ദേഹം അടൂർ MLA ആയതിനു ശേഷമാണ് ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാരൻ എന്നുള്ള നിലയിൽ കണ്ടസ്റ്റ് ചെയ്യുന്നത്. അവിടെ മുതൽ ഇങ്ങോട്ട് ശക്തമായ രൂപത്തിലുള്ള വ്യക്തിബന്ധം നിലനിർത്തി പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ സഹഭാരവാഹികളായിട്ട് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹം പ്രസിഡന്റ് ആയപ്പോൾ ഞാൻ അദ്ദേഹത്തോടൊപ്പം ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതിനു മുമ്പ് തന്നെ അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് അതേ ഭാരവാഹിത്വത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ ഈ ഇടവും വലവും കൃത്യമായി വിലയിരുത്താൻ എനിക്ക് ആ സന്ദർഭത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ ഓർക്കുകയാണ്. തികച്ചും മാന്യതയുടെ മുഖമായിരുന്നു തെന്നല സാറിന്. തെന്നല സാറ് പാവങ്ങളോടൊപ്പമാണ്. തെന്നല സാർ മാന്യതയോടൊപ്പമാണ്. അധികാരത്തിന് വേണ്ടി അലഞ്ഞു നടക്കുന്ന സ്വഭാവമില്ലാത്ത വ്യക്തിയാണ്. മാന്യത വിട്ട് ഒരിക്കലും അദ്ദേഹം നിലപാടുകൾ എടുത്തിട്ടേയില്ല. അതെല്ലാം കേരളം എന്നും റെക്കോർഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. തെന്നൽ സാറ് മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രശസ്തമായ തറവാട്ടിൽ ജനിച്ച ആളാണ്. ആ സാഹചര്യങ്ങളും പശ്ചാത്തലം വെച്ചുകൊണ്ടാണ് അദ്ദേഹം വളർന്നു വന്നത്. അദ്ദേഹം ഒരിക്കലും സമ്പത്തിന്റെ പ്രൗഢി കാണിക്കുകയോ അല്ലെങ്കിൽ അതുപോലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുകയോ ചെയ്തിട്ടില്ല. സാധുക്കളെ സഹായിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോവുകയും ചെയ്യും. വ്യക്തിപരമായ ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള നടപടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുമുണ്ട്. എത്രയോ ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഞാൻ അതൊന്നും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തെ വായിച്ചെടുക്കുന്ന ഓരോ വ്യക്തിക്കും അറിയാം അദ്ദേഹം ഓരോ പ്രശ്നത്തോട് എടുക്കാൻ സാധ്യതയുള്ള നിലപാടുകൾ. ആ നിലപാടുകളിലാണ് തെന്നല സാറിനെ ഈ കേരള ജനത എന്നും ബഹുമാനത്തോടു കൂടി കാണുന്നത്. അധികാരത്തിന്റെ പിന്നാലെ അദ്ദേഹം ഒരിക്കലും അലഞ്ഞു നടന്നിട്ടേയില്ല. അതിനുവേണ്ടി ഒരു സന്ധിയില്ലാ സമരം എന്ന് പറഞ്ഞ് അദ്ദേഹം പോയിട്ടുമില്ല. അതെല്ലാം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അടങ്ങിയ അധ്യായങ്ങൾ മാത്രമാണ്. ഏത് സ്ഥാനത്തിരിക്കുന്നോ 100% മാന്യതയോടുകൂടി പെരുമാറുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ഒരു സമീപനമായിട്ടാണ് ഞാൻ വിലയിരുത്തിയിട്ടുള്ളത്. തെന്നല സാറിന് പകരം തെന്നല സാർ മാത്രം. മറ്റൊരാളിനെ നമുക്ക് പകരം വെക്കാൻ കിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. വളരെ നന്ദി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചത്. ഡാൻ കുര്യലിലേക്ക് വീണ്ടും. ഡാൻ, അദ്ദേഹം ചികിത്സയിൽ ആശുപത്രിയിലായിരുന്നു കഴിഞ്ഞ കുറേ സമയമായിട്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കന്മാരുടെ സാന്നിധ്യം അവിടെ ഉണ്ടോ? എപ്പോഴായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക? അപർണ, അല്പസമയത്തിനകം അനന്തപുരി ആശുപത്രിയിൽ നിന്ന് മൃതദേഹം പുറത്തേക്ക് എത്തിക്കും. അദ്ദേഹത്തിന്റെ വസതിയിലേക്കായിരിക്കും, ഇവിടെ മുക്കോലയിലുള്ള വസതിയിലേക്കായിരിക്കും മൃതദേഹം കൊണ്ടുപോവുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. UDF കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കുടുംബാംഗങ്ങളുമായി അകത്ത് ഈ സംസ്കാര ചടങ്ങുകൾ എപ്പോൾ വേണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് നേതാക്കൾ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരക്കുകളിലായതിനാൽ അവർക്ക് കൂടി ഇവിടെ എത്തി അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സമയം സൌകര്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും സംസ്കാര ചടങ്ങുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. അതോടൊപ്പം KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ തെന്നല ബാലകൃഷ്ണപിള്ളയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. അത് എപ്പോഴാണ് അത് മുതിർന്ന നേതാക്കൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അരമണിക്കൂറിനകം അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തേക്ക് എത്തിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. നേരത്തെയും ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അദ്ദേഹം വലിയ തരത്തിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. സമാനമായ തരത്തിൽ അദ്ദേഹം ഇത്തവണയും ഈ ആരോഗ്യം വീണ്ടെടുത്ത് തിരികെ ജീവിതത്തിൽ
വീട്ടിലേക്ക് മടങ്ങുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സുഹൃത്തുക്കളുമെല്ലാം. പക്ഷേ അവരുടെയൊക്കെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ചരിത്രം തെന്നല ബാലകൃഷ്ണ പിള്ളയിലൂടെ എന്ന് പറയുന്നത് തന്നെയായിരിക്കും സ്വാതന്ത്ര്യത്തിന് മുമ്പും ശേഷവും കേരളത്തിൽ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ ഒരു പങ്ക് വഹിച്ച കോൺഗ്രസിന്റെ ജീവിച്ചിരുന്നവരിൽ ഏറ്റവും മുതിർന്ന നേതാവായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. ആ തെന്നലയെ നഷ്ടമാകുന്നതിലൂടെ കോൺഗ്രസിന്റെ ഒരു ചരിത്രം കൂടിയാണ് അവസാനിക്കുന്നത്. 1931 മാർച്ച് 11 ശൂരനാട് ജനിച്ച തെന്നല ബാലകൃഷ്ണപിള്ള പിന്നീട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായി മാറുന്നത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ 1962 മുതൽ KPCC അംഗം എന്ന വിശേഷണത്തിന് അപ്പുറം 1977 1982 അടൂരിൽ നിന്നുള്ള നിയമസഭാംഗമായിരുന്നു. 1967 1987 ഉൾപ്പെടെ 3 തവണ അദ്ദേഹം അവിടെ നിന്ന് പരാജയപ്പെടുകയും ചെയ്തു. അതോടൊപ്പം അദ്ദേഹം രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. നേരത്തെ കിരൺ സൂചിപ്പിച്ച പോലെ 98 മുതൽ 2001 വരെ. ഞാൻ തിരികെ എത്താം. ഡാൻ കുര്യൻ സംസ്കാര ചടങ്ങുകളുടെ വിവരങ്ങൾ കൂടിയാണ് ഡാൻ പറയുന്നത്. നമുക്ക് തിരികെ എത്താം. കൂടുതൽ പ്രതികരണങ്ങളിൽ കൂടി തെന്നല ബാലകൃഷ്ണപിള്ള ഓർമ്മയായിരിക്കുന്നു. ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെയാണ് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ അന്ത്യം ഉണ്ടായത്. ഇടവേളയ്ക്ക്